നാടകീയ നീക്കങ്ങൾക്ക് വിരാമമിട്ട് തമിഴ്നാട്ടിൽ വിസിലടിക്കാൻ വിജയ്. നാളെ തമിഴ്നാട് മുതൽവരായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വിസികെയും മുസ്ലിം ലീഗും ടിവികെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾ നീങ്ങി ടിവികെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചത്. ദിവസങ്ങൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ തമിഴ്നാട് സട്ടമണ്ഡലത്തിലേക്ക് വിജയ് നടന്നുകയറുകയാണ്. തമിഴ്നാടിന്റെ മുതൽ അമേച്ചറായി നാളെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ് തമിഴ്നാട് മുതൽവരായി അധികാരമേൽക്കും. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് 108 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയ് കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റ് മാത്രം അകലെയായിരുന്നു. കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും പിന്തുണ നേരത്തെ തന്നെ ടിവിക്ക് ഉറപ്പാക്കി. ഇതോടെ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ 2 സീറ്റ് കൂടിയായിരുന്നു ടിവികെക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ 5 ദിവസം വേണ്ടി വന്നു ടിവികെക്ക് കേവല ഭൂരിപക്ഷമായ 118 എന്ന മാജിക് നമ്പറിൽ എത്താൻ. നിർണായക വേളയിൽ നിരുപാധിക പിന്തുണയുമായി വിടുതലൈ ചിറുതൈകൾ കച്ചിയെത്തിയതോടെ ടിവികെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. വിസികെ സംസ്ഥാന പ്രസിഡന്റ് തോൾ തിരുമാവളവൻ പിന്തുണക്കത്ത് ടിവികെ നേതാവ് ആധവ് അർജുനയ്ക്ക് കൈമാറി. വിസികെ പിന്തുണയ്ക്ക് പിന്നാലെ മുസ്ലിം ലീഗും ടിവികെക്ക് പിന്തുണക്കത്ത് കൈമാറി. വിസികെയുടെയും മുസ്ലിം ലീഗിന്റെയും 2 വീതം സീറ്റ് കൂടി ലഭിച്ചതോടെ കേവല ഭൂരിപക്ഷമായ 118 എന്ന മാജിക് നമ്പറും കടന്ന് ടിവികെ 120 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. 3 തവണ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് വിജയ് ഗവർണറെ കണ്ടെങ്കിലും ആദ്യം മുതലേ MLA-മാരുടെ എണ്ണത്തിലെ കുറവും വ്യക്തമായ പിന്തുണ കത്തുകൾ ഹാജരാക്കാത്തതും ചൂണ്ടിക്കാണിച്ച് സർക്കാർ രൂപീകരണത്തിൽ ഉടക്കിടുകയായിരുന്നു ഗവർണർ. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകുന്നതിനു പകരം 118 MLA-മാരുടെയും പിന്തുണ കത്തുകൾ നേരിട്ട് ഹാജരാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത് ടിവികെയുടെ നീക്കങ്ങൾക്ക് തടസ്സമായി. എന്നാൽ 108 സീറ്റിൽ നിന്ന് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനു പിന്നാലെ കൂടിക്കാഴ്ചയ്ക്കായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിജയ്ക്ക് സമയം അനുവദിക്കുകയായിരുന്നു. അങ്ങനെ വമ്പൻ ടിസ്റ്റുകൾക്കൊടുവിൽ വിജയ് നാളെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. വിജയ്ക്കൊപ്പം നാളെ 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്നാണ് വിവരം. ഇടതു പാർട്ടികൾ ഉപാധികളില്ലാത്ത പിന്തുണയാണ് നൽകിയിരിക്കുന്നത് എങ്കിലും അവർ വിജയുടെ മന്ത്രിസഭയിൽ ചേരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറിൽ നിന്ന് അനുവാദം തേടി ഇതാ ലോക്ഭവനിൽ നിന്ന് വിജയ് പുറത്തു പോയിരിക്കുന്നു. തമിഴ്നാട്ടിൽ 6.5 പതിറ്റാണ്ട് കാലം നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം. ഇനി ദളപതിയുടെ കാലം. തമിഴ്നാട് ലോക്ഭവനിന് മുമ്പിൽ നിന്ന് ക്യാമറമാൻ അരുൺ നമ്പ്യാർക്കൊപ്പം സുജിത് ചന്ദ്രൻ, ന്യൂസ് മലയാളം.